ഹലോ ഗാസ്, സുഖമല്ലേ? അപ്പം ഞാൻ ഇന്നൊരു വീഡിയോന് വന്നിരിക്കണ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ എനിക്ക് ബോറടിച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് സ്കൂൾ പറഞ്ഞപ്പോൾ വാങ്ങിച്ച BTSൻ്റെ ഒരു ബാഗാണ് കേട്ടോ. നല്ല അടിപൊളി ബാഗാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമാണ്. ഞാനൊരു BTS ഫാനാണ്. BTSൻ്റെ ബാഗ് വാങ്ങാൻ പറഞ്ഞിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്താണ്. ഓൺലൈനിൽ ഓർഡർ ചെയ്യാണ്ട് ഇത് കിട്ടൂല, ഒരിടത്ത് കടയിലൊന്നും കിട്ടൂല. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ബാഗാണിത്. അപ്പോൾ എല്ലാം നല്ല അടിപൊളി ബാഗൊക്കെയാണ്. അപ്പം ഞാനിത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിത് വാങ്ങണം. അപ്പം എനിക്കിത് ഓർഡർ ചെയ്തു തന്നു. എന്നിട്ടാണ് ഈ സാധനം വാങ്ങിയത്. എനിക്ക് നല്ലോണം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് അടുത്ത BTSൻ്റെ ബോക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. BTSൻ്റെ ബോക്സ് അതെനിക്ക് കുറേ നാളെ വാങ്ങിച്ചു തന്നിട്ട്, എന്നിട്ട് ഞാനിപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കണ ഒരു ബോക്സായിരുന്നു ഇത്. അടിപൊളിയാണ്. BTSൻ്റെയൊക്കെ കുറേ സാധനങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. കണ്ടില്ലേ BTSൻ്റെ സാധനം. പിന്നെ അടുത്തത് പിന്നെ ഉണ്ടല്ലോ, ഇതാണ് BTSൻ്റെ സാധനം. എന്താ, 2 BTS ഫുള്ളുള്ള വാങ്ങാൻ പോയായിരുന്നു, പക്ഷെ ഒരെണ്ണേ കിട്ടിയുള്ളൂ. ബാക്കി എല്ലാവരും കൂടി നിൽക്കണ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജാക്കുക്ക് മാത്രമുള്ളതാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനത്തെയൊക്കെ ബോക്സും ഇതുപോലത്തെ കുത്തുന്ന സാധനമൊക്കെ നമ്മുടെ കടയിലൊക്കെ കിട്ടും. BTSൻ്റെ ബാഗൊന്നും കിട്ടൂല. കിട്ടണത് മറ്റേ നഴ്സറി പിള്ളേർക്ക്, UKG പിള്ളേർക്കൊക്കെയാണ് BTSൻ്റെ ബാഗ് കിട്ടുന്നത്. അല്ലാതെ വലിയ ആൾക്കാർക്കൊക്കെ ഓൺലൈനിൽ ബാഗൊക്കെ കിട്ടും. പിന്നെ ഇതാണ് 2 BTSൻ്റെ പേനകൾ. കണ്ടില്ലേ, BTSൻ്റെ 2 പേന. ഈ 2 പേനകൾ, ബുക്ക് പേനകൾ, ഞാൻ പണ്ട് UKG പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിലെടുത്ത് കൊണ്ടുവന്നിട്ട് എനിക്കത് വാങ്ങാൻ കൊതിയായിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ് അവരെനിക്കിത് വാങ്ങിച്ചു തന്നത്. ഈ BTSൻ്റെ ഒരു പേന, ബുക്കുള്ള പേന. അല്ലെങ്കിൽ അവരങ്ങനെ വാങ്ങിച്ചത് തരൂല, തരും. പക്ഷെ നമുക്ക് അത് ഇഷ്ടമില്ലാത്ത സാധനമായിരിക്കും. പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടും. എന്നാലും നമ്മളുടെ ഇഷ്ടപ്പെടുന്ന അത്രയൊന്നും ഇഷ്ടപ്പെടില്ല, എന്നാലും ഇഷ്ടപ്പെടും. ഇല്ലേ ഗായ്സ്? എല്ലാവർക്കും ഉള്ളതാണ് അങ്ങനെ. പിന്നെ ഗായ്സ്, ഇതാണ് BTSൻ്റെ പൂച്ച. ഇതെൻ്റെ ചേച്ചീൻ്റെ പൂച്ചാണ്. ചേച്ചി BTS ഫാനൊക്കെ തന്നെയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങും BTSൻ്റെ. കണ്ടില്ലേ, ആണ് BTSൻ്റെ പൗച്ച്. അപ്പോൾ ഒരു കളറും പെൻസില് ഒക്കെ ഇട്ട് വെച്ചേക്കണേണ്. ഇനി നാളെ BTSൻ്റെ നെയിം സ്ലിപ്പ്. എൻ്റെ ചേച്ചിയുടെ പണ്ടത്തെ ബുക്കായിരുന്നു, ഇതിപ്പോൾ ട്യൂഷൻ ബുക്കാക്കി. എൻ്റെ ചേച്ചിയുടെ പേരാണ് ഹരിനന്ദന. എൻ്റെ പേര് ഹൃദ്യ എന്നാണ്. ഞാനൊരു പെണ്ണാണ്. പക്ഷേ ആണുങ്ങളുടെ പോലെ ഞാൻ ഫാഷനൊക്കെ ഇട്ട് നടക്കുള്ളൂ. ആണുങ്ങളെ ഫ്രോക്കൊന്നും അധികം ഞാൻ ഇടാറില്ല. ഞാൻ എപ്പം നോക്കിയാലും ബോയ്സിൻ്റെ ഹുഡി, ഷർട്ട്, ബാഗി, പാൻറ്, നിക്കറ്, അങ്ങനത്തെ സംഭവമൊക്കെ ഇടും. പിന്നെ ഇങ്ങനത്തെ സംഭവമൊക്കെ ഞാനിടുള്ളൂ. എനിക്കുണ്ടായിരുന്നു ഈ BTSൻ്റെ നെയിം സ്ലിപ്പ്. പക്ഷേ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ വേറൊരു ബുക്കിലാണ്. അപ്പോൾ കുറച്ച് പൊക്കത്ത് കയറ്റി വെച്ചേക്കണേ എൻ്റെ ബുക്ക്. അതുകൊണ്ട് കുറച്ച് എടുക്കാൻ കുറച്ച് ടൈം പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ടേബിൾ മേലുണ്ട്, അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാണിച്ചു തന്നെയായിരുന്നു. ഇപ്പം എൻ്റെ ടേബിൾ മേറ്റിലില്ല, അവിടെ ബാഗിൽ പൊക്കത്ത് കയറ്റി വെച്ചേക്കണേണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ കാണിച്ചത്. പിന്നെ ഗായ്സ്, ഇതാണ് ഞങ്ങൾ ഇന്ന് എനിക്ക് ആശുപത്രി പോയതാണ്. എക്കോ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ടെസ്റ്റ്. ടെസ്റ്റിന് ഞാൻ മിനിയാന്നായിരുന്നു പോയത്. അപ്പം ഇന്ന് വ്യാഴാഴ്ച തന്നു എന്ന് പറഞ്ഞ് വ്യാഴാഴ്ച ഇന്ന് ചെന്ന് പെട്ടെന്ന്
തന്നെ ഡോക്ടറിനെയും കണ്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ മേനകയിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് കുറച്ച് തുണിയും ഒക്കെ എടുത്ത് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോന്നു. പിന്നെ എനിക്ക് വേണ്ടി ഒരു ചെരുപ്പ് അമ്മ വാങ്ങിച്ചു തന്നു. അതാണിത്. നല്ല രസമുള്ള ചെരുപ്പാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുള്ള ചെരുപ്പാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നു. നല്ല രസമുണ്ടായിരുന്നു ഈ ചെരുപ്പ്. പൊളിയായിരുന്നു കേട്ടോ. ഈ ചെരുപ്പ് പൊളിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെരുപ്പ് ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇട്ടുകൊണ്ട് കിടക്കണേണ്. കാരണം ഇന്ന് വാങ്ങിച്ചുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് ഇട്ടുകൊണ്ട് കിടക്കാൻ ഞാൻ തുടങ്ങിയത്. വീട്ടിലാണ് കേട്ടോ. പുറത്ത് ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കുട്ടികളും അമ്മാച്ചന്മാരും അപ്പൂപ്പന്മാരും എല്ലാവരും കാണണം കേട്ടോ ഈ വീഡിയോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. 2-3 വീഡിയോ ഇട്ടിട്ടുള്ളൂ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംഭവമൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻ്റൊക്കെ ഇടണം കേട്ടോ. പിന്നെ ഇതാണ് ബീറ്റാസിൻ്റെ ചീട്ട്. ഇതിൻ്റെ കുറേ ഉണ്ട് എൻ്റെ അടുത്ത്. ചിലൊക്കെ അവിടെയാണ്. അപ്പോൾ ഇത് അവിടെ കുറച്ച് ദൂരമാണ്. ഞങ്ങളുടെ ഇവിടെ കുറച്ച് ദൂരെയാണ് വലുതാണ്. ഞങ്ങളുടെ ഇവിടെ റൂമുണ്ട്, അതിൻ്റെ അവിടെയൊക്കെ കിടക്കണതാണ്. അപ്പം അവിടെ നിന്ന് നോക്കിയെടുക്കാൻ കുറച്ച് മടിയാണ്, എല്ലാവർക്കും ഉണ്ടാവാൻ മടിക്കും. അപ്പോൾ ഇവിടെ കിടന്ന് ചേർന്നോണ്ട് ഞാനിവിടെ കാണിച്ച ജിമിൻ്റെ ഫോട്ടോ. എല്ലാവരുടെ ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ തപ്പി നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം എല്ലാവരുടെയും ഫോട്ടോ. നിങ്ങൾ എന്നിട്ട് കമൻറ്റിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ എല്ലാം ചെയ്യണം. നോക്കിയിട്ട് അവിടെ എങ്ങും കാണാനില്ല. അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോയിൽ ആ ബാക്കി ഞാൻ നോക്കി വെച്ചിട്ട് എനിക്ക് കാണിച്ചു തരാം. ഇതിലാണെങ്കിൽ കാണാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നേനെ. ഇപ്പം കാണാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങളൊരു കാര്യം മറക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 30 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ബർത്ത്ഡേ കമൻറ്റൊക്കെ ഇടണം കേട്ടോ. എന്താ കുറേ നേരം ഞാൻ ബോറടിച്ചിരിക്കണത്. എനിക്കാണെങ്കിൽ ഒന്നും വയ്യ, ബോറടിച്ച് മനസ്സ് ചത്ത്. അപ്പം ബോറടിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു ഐഡിയ വന്നത്, ഈ വീഡിയോ എടുക്കുക യൂട്യൂബിലിടാണ്. അങ്ങനെ വീഡിയോ എടുത്തെടുത്ത് ഇനി ചേച്ചി ട്യൂഷനും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചേച്ചിയുടെ അടുത്ത് പറയണം, ചേച്ചി ഈ വീഡിയോ ഒന്ന് യൂട്യൂബിലെടുത്തിട്ട് തരാം. അതാണ് എനിക്കിടാനറിയാം, പക്ഷെ ഞാൻ ഇടൂല. കാരണം എന്താണെന്ന് വെച്ച് ഇട്ട് കഴിഞ്ഞാൽ മലക്കോളെ എന്താ ഞാനിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ട് വല്ലതൊക്കെ പറ്റിയാലോ, അതുകൊണ്ടാണ്. ആണെങ്കിൽ കുറേ നേരം ബോറടിച്ച് മണി ചത്താണ്. എന്തായാലും ഞാൻ എനിക്കൊരു സാധനം കാണിച്ചു തരാം. എൻ്റെ ബർത്ത്ഡേ ഇപ്പം എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നാണ് ബർത്ത്ഡേ ഗിഫ്റ്റ്. സൈക്കിളാണ്. സൈക്കിൾ ബർത്ത്ഡേ ഗിഫ്റ്റ് കാണിച്ചു തന്നാൽ കാണിക്കാം. നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ വാങ്ങിച്ചു തന്ന ബർത്ത്ഡേ സൈക്കിൾ പൊളി സൈക്കിളാണ് കേട്ടോ. നല്ല കിടില സൈക്കിളാണ്, നല്ല രസമുള്ള സൈക്കിളാണ്, പൊളി സൈക്കിളാണ്. ഹലോ ഐസ്, അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ അമ്മേനെ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. കണ്ടില്ലേ, തുണി ഒരിക്കാൻ പൊക്കത്ത് വന്നേക്കുക കള്ളിപ്പാറും.
ചിരിക്കണ കണ്ടില്ലേ കള്ളി. ഗൈസ് എന്താ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അത്യാവശ്യത്തിലാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അടുത്ത വീഡിയോ വേറെ ഇതിൻ്റെ ബാക്കി ഞാനെടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഇതൊക്കെ ചെയ്യണം കേട്ടോ.